ഹായ്, ഇന്ന് രണ്ട് സിനിമകളുടെ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് ദൃശ്യം 3, മറ്റൊന്ന് നസ്രിന്റെ മോളിവുഡ് ടൈംസ്. ഈ രണ്ട് സിനിമകൾ ഇന്നലെ വരെ എത്ര കോടിയാണ് കളക്ഷനായി നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുൻപ് നമ്മുടെ പ്രിയതാരം സലീം കുമാറിന് ആദരാഞ്ജലികൾ. നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ ചിന്തിപ്പിച്ച നമ്മുടെ പ്രിയതാരം സലീം കുമാർ ഇന്നലെ രാത്രിയോടുകൂടി മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്വാസം എടുക്കാനെല്ലാം അദ്ദേഹം ബുദ്ധിമുട്ടുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിരുന്നു. അസുഖം കൂടിയപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കി, പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. പ്രിയ കലാകാരൻ സലീമേട്ടന് ആദരാഞ്ജലികൾ നേരുന്നു. ഇനി വീഡിയോയിലേക്ക് പോകാം. മോളിവുഡ് ടൈംസ് നസ്രിൻ നായകനായ സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് ആദ്യ ദിവസം വന്നത്. അതായത് ഭൂരിഭാഗം റിവ്യൂവേഴ്സും സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അഭിപ്രായത്തിന്റെ കളക്ഷൻ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ ഭേദപ്പെട്ട കളക്ഷൻ നേടുന്നുണ്ട് എങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ കളക്ഷൻ മോശമാണ് എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടും എന്തുകൊണ്ട് സിനിമയ്ക്ക് കളക്ഷനിൽ കാര്യമായി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ റിവ്യൂവിന് ഇപ്പോൾ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും മോളിവുഡ് ടൈംസ് ഒരു മോശം സിനിമയല്ല, നല്ല സിനിമ തന്നെയാണ്. പക്ഷെ എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടമാവണം എന്നില്ല. ആ സിനിമയുടെ കഥ അത്തരത്തിലുള്ള ഒരു കഥയാണ്. എന്തായാലും സിനിമ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 4,31,00,000 നേടി എന്നാണ് സാക്നിൽ പറയുന്നത്. വിദേശ കളക്ഷൻ ലഭ്യമല്ല. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,31,00,000 2 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തത്. തീർച്ചയായും ഒരു മോശം കളക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രതീക്ഷിച്ച കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. 17 ദിവസം പൂർത്തിയാക്കിയ ലാലേട്ടന്റെ ദൃശ്യം 3 സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയെടുത്തത്. ഇതിനോടകം സിനിമ നേടിയെടുത്ത കളക്ഷൻ 232,87,00,000. അതായത് 233 കോടിക്ക് തൊട്ടടുത്ത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 121,52,00,000 ഓവർസീസിൽ നിന്ന് 111,35,00,000 സിനിമ നേടിയെടുത്തത്. അങ്ങനെ 232,87,00,000 രൂപ. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 235 കോടിക്കടുത്ത് എത്തപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ പല സമയത്തും 3000 കടന്ന് മുന്നോട്ട് പോയൊരു കാര്യം നമ്മൾക്ക് അറിയാവുന്നതാണ് ബുക്ക് മൈ ഷോയിൽ. അത് ഇന്നത്തേക്കുള്ള ബുക്കിംഗ് ആണ്. മികച്ച കളക്ഷൻ ഇന്ന് നേടിയെടുക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും സിനിമ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളൊന്നായി മാറുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് ദൃശ്യം 3 മാറും എന്നുള്ളത് ഇതിൽ നിന്നും നമ്മൾക്ക് വ്യക്തമാവുന്നതാണ്. കാത്തിരിക്കാം സിനിമകളുടെ ഫൈനൽ കളക്ഷൻ എന്താവും എന്നറിയാനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.